PV Anwar MLA-ക്കെതിരെ MR അജിത് കുമാർ തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അജിത് കുമാർ DGP-ക്ക് മൊഴി നൽകി. തനിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്വത്ത് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും ADGP പറഞ്ഞു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ യാതൊരു മറുപടിയോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ADGP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ ഒരു സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ പരിശോധിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് പോലീസ് സേനയിൽ തന്നെ വലിയൊരു മോശം ട്രെൻഡ് ഉണ്ടാക്കുമോ എന്ന് പോലീസ് സേനയിൽ തന്നെ ആശങ്കയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഫോൺ സംഭാഷണങ്ങൾ അടക്കം പുറത്തേക്ക് വിട്ടിട്ട് പോലും നടപടി വൈകുന്നത് എത്രത്തോളം അനിവാര്യമാണ് എന്നതും പോലീസ് സേനയിൽ പോലും ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം തന്നെയല്ലേ ഈ ഒരു വിഷയത്തിൽ നിർണായകമാകാൻ സാധ്യത? തീർച്ചയായിട്ടും ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് പോലീസ് സേനയിലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം, പ്രത്യേകിച്ച് അനധികൃത സ്വത്ത് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രി വൈകിപ്പിക്കുന്നു. ഒപ്പം തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാതെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് സേനയ്ക്കുള്ളിൽ നിന്ന് പോലും പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് MR അജിത് കുമാറിനെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യവും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട് എന്ന അടക്കം പറച്ചിലും സേനയ്ക്കുള്ളിൽ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇന്ന് DGP-ക്ക് മുന്നിൽ ADGP MR അജിത് കുമാർ മൊഴി നൽകിയിരിക്കുന്നു. തനിക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതെല്ലാം തന്നെ പൂർണ്ണമായും വൈരാഗ്യപൂർണ്ണമുള്ളതാണ്. ഒപ്പം തന്നെ തനിക്കെതിരെ ഒരു ഭാഗ്യശക്തി പ്രവർത്തിക്കുന്നുണ്ട്. തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തുന്നതെല്ലാം തന്നെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന് സംബന്ധിച്ചുള്ള മൊഴിയാണ് DGP-ക്ക് ADGP കൈമാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മൊഴി കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് മുന്നേ തന്നെ ഒരു പടി മുൻപിൽ എറിഞ്ഞുകൊണ്ട് ADGP തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് തന്റെ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഏത് അന്വേഷണ സംഘമാണോ തന്റെ മുന്നിലേക്ക് എത്തുന്നത് അവർക്ക് മുന്നിൽ കൃത്യമായി വിവരിക്കാൻ താൻ തയ്യാറാണ്. അല്ലെങ്കിൽ തന്റെ ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ സമർപ്പിക്കണമെങ്കിൽ ഇത് മുൻകൂട്ടി തന്നെ ചോദ്യാവലിയായി നൽകിയാൽ പോലും അതിന്റെ രേഖകൾ സമർപ്പിക്കാൻ താൻ തയ്യാറാണെന്ന കൃത്യമായ വിവരം തന്നെയാണ് DGP-ക്ക് മുന്നിൽ മൊഴിയായി ഇന്ന് ADGP MR അജിത് കുമാർ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ CPM-ലെ വിഭാഗീയതയ്ക്കൊക്കെ വഴിവെക്കുന്ന തരത്തിലായിരുന്നു PV അൻവർ MLA-യുടെ പരാമർശം. നിലവിലെ സാഹചര്യത്തിൽ ADGP-യെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. ഒപ്പം തന്നെ എന്തിനാണ് വിജിലൻസ് അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്ന ചോദ്യവും വിജിലൻസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി ADGP-ക്ക് സംരക്ഷണം നൽകി അന്വേഷണം മരവിപ്പിക്കാനുള്ള മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപമാണ് ഇന്ന് ഉയരുന്നത്. വിനീഷ്, അതോടൊപ്പം തന്നെ അനുമതി കിട്ടിയാൽ മാത്രം ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ, ചെറിയ ആരോപണങ്ങളല്ല അദ്ദേഹം PV അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിൽ പോലും അദ്ദേഹം MR അജിത് കുമാറിനെതിരെ ചില നിർണായക ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയും അന്വേഷണത്തിന് അനുമതി വേണം, അല്ലെങ്കിൽ അത്രയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൂടി വന്നാൽ മാത്രമേ ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു സ്ഥിതി. അത് വളരെയധികം ഗുരുതരമായി തന്നെയാണ് ഈ ഒരു അവസ്ഥയെ കാണേണ്ടതല്ലേ? കാരണം ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അന്വേഷണം വൈകിപ്പിക്കുക, സാധാരണ ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പോലീസ് സേനയിലെ തന്നെ കീഴുദ്യോഗസ്ഥർക്കെതിരെ വരുമ്പോൾ അത് കൃത്യമായി അന്വേഷണത്തിലേക്ക് പോവുക, ഇതെല്ലാം മോശമായൊരു ട്രെൻഡ് സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്ന് തന്നെയല്ലേ ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. കാരണം PV അൻവർ MLA കൃത്യമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടും അനധികൃത സ്വത്ത് സമ്പാദ്യവും ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളായിരുന്നു പ്രത്യേകിച്ച് ADGP-ക്കെതിരെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയത്. ഈ ആക്ഷേപങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ പോലും വിജിലൻസ് തയ്യാറായിട്ടില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ ഉത്തരവുണ്ടായാൽ മാത്രമേ, ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായാൽ മാത്രമേ വിജിലൻസിന് ഇതിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നൽകാൻ കഴിയുള്ളൂ. ആ ഒരു അന്വേഷണത്തിന് പോലും ഇപ്പോഴും മുഖ്യമന്ത്രി തലയാട്ടാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം എം.ആർ. അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യം എന്ന ആക്ഷേപത്തിലെ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതും മുഖ്യമന്ത്രിയാണ്. ആ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് വിജിലൻസിന്റെ അന്വേഷണം ആരംഭിക്കാത്തത് എന്ന ആക്ഷേപമാണ് ഇപ്പോഴും ഉയരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളാണ്. പി ശശിയും എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പി.വി. അൻവർ എം.എൽ.എ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിലവിൽ പൂർണ്ണമായും പോലീസ് സേനയിലെ ഒരു വിഭാഗം എം.ആർ. അജിത് കുമാറിനെ വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്നും വിലയിരുത്താൻ സാധിക്കുക.